ഹലോ കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഞണ്ട് കറി വെക്കുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. കൊടംപുളിയൊക്കെ ഇട്ട് വെച്ച് നല്ല ഗ്രേവിയോട് കൂടിയുള്ള ഒരു ഞണ്ട് കറി. ഇതിനായിട്ട് ഞാൻ ഒരു 2 സവാളയും പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നോൺ വെജിറ്റേറിയൻ കറികൾ വെക്കുമ്പോഴേ വെളുത്തുള്ളിയൊക്കെ നല്ല വണ്ണം ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല സ്വാദായിരിക്കും. അതുപോലെ തന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണം, കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനേ കുറച്ച് ഞണ്ട് അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലവണ്ണം റെഡിയാക്കി കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ എടുത്ത സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സവാള നീളത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത്, നൈസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് റെഡിയാക്കിയിട്ട് ഇനിയിപ്പോൾ അടുപ്പത്തേക്കൊരു ചട്ടി അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്റാലിയത്തിൻ്റെ ഒരു ചട്ടിയാണ്. അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആദ്യം അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. കാരണം അത് കുറച്ച് ഇത്തിരി വലിയ കഷ്ണങ്ങളാണ്, അതായത് ചതച്ചെടുത്തതല്ല, കട്ട് ചെയ്തെടുത്തതായതുകൊണ്ട് അതൊന്ന് ആദ്യം ഒന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പം ആദ്യം അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലവണ്ണം അങ്ങോട്ട് ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുത്തു. അതൊരു ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് വരുമ്പോഴേക്കും പിന്നെ കട്ട് ചെയ്ത് വെച്ച സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പില അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്നും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പൊ ആദ്യം കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ ഉപ്പൊക്കെ ചേർത്ത് ഇത് വഴറ്റിയെടുക്കുമ്പോഴേക്കും നല്ലവണ്ണം വഴറ്റിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ വഴറ്റി റെഡിയായിട്ട് കിട്ടും. ഇത് നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞ് കുറച്ച് ടൈം ഒരു 5 മിനിറ്റ് കൊണ്ട് നല്ല റെഡിയായിട്ട് അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ടേ. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കണത്. പിന്നെ കുറച്ച് നിറത്തിന് ആവശ്യമായിട്ടേ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി അങ്ങോട്ട് ചേർത്തിട്ടെ അതിൻ്റെ ആ പച്ചമണം അങ്ങോട്ട് മാറണവരെ നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുത്തു. ഇതൊക്കെ അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കുമ്പോഴേക്ക് ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ ഈ പൊടികളൊന്നും കരിഞ്ഞു പോകാണ്ടിരിക്കും. പിന്നെ പൊടികളൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിക്ക് ചെറിയ കയ്പൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് റെഡിയാക്കിയിട്ട് ഒരു 3 തക്കാളി, 2 ചെറിയ തക്കാളി, ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തേക്കണത്. അപ്പം അതും കൂടി അങ്ങോട്ട് ഇട്ടിട്ടേ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് പുളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ അതിനു വേണ്ടി കുടംപുളിയാണ് ഒരു 3-4 അല്ലി, 3 അല്ലി ഉണ്ടാവുള്ളൂ, 3 അല്ലി കുടംപുളി ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ആ തക്കാളിക്കൊന്ന് നല്ലവണ്ണം ഒന്ന് ഉടഞ്ഞ് അങ്ങോട്ട് കിട്ടണം. അപ്പം ഒന്ന് അടച്ച് വെച്ചൊന്ന് റെഡിയാക്കി അങ്ങോട്ട് എടുത്തു. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ചു. ഇത് അടിപൊളിയായിട്ട് തന്നെ നല്ല റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലവണ്ണം അങ്ങോട്ട് ഉടഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ ഞണ്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും അതൊന്ന് വേവണമല്ലോ. ഇത് അത്യാവശ്യം ഗ്രേവിയോട് കൂടിയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടെ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് റെഡിയാണോ എന്ന് നോക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവി അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്ക് റെഡിയാക്കി വെച്ച ഞണ്ട് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെ ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഞണ്ടിന് അധികം വേവൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഉപ്പും മുളകും അതുപോലെ തന്നെ പുളിക്കൊന്ന് കയറണമല്ലോ. അത്യാവശ്യം വെള്ളം അങ്ങോട്ട് ഒഴിച്ച് അതങ്ങോട്ടൊന്ന് വറ്റിച്ചങ്ങോട്ട് എടുക്കുമ്പോഴേക്ക് അപ്പം നല്ല അടിപൊളിയാവും ഈ കറി. അപ്പോൾ കുറച്ചു നേരം അടച്ചങ്ങോട്ട് റെഡിയാക്കി വരുമ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് കുറുകിയ ചാറോട് കൂടിയുള്ള ഞണ്ട് കറി ഇവിടെ റെഡിയാവേ. ഞണ്ട് കറി അങ്ങോട്ട് ഇങ്ങനെ റെഡിയാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് കഴിക്കാനൊന്നും പാടില്ല. മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് വെക്കണം. അടച്ചങ്ങോട്ട് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പുളിയും അതുപോലെ തന്നെ എരിവൊക്കെ അങ്ങോട്ട് കയറുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഇട്ടുകൊടുത്ത എരിവ് ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ പുളി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പൊക്കെ കൂടുതലായിട്ട് തോന്നി. അപ്പം അത് കുറച്ചു നേരം അങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴേക്ക് ഞണ്ടിൻ്റെ ഉള്ളിലേക്ക് ഇതെല്ലാം അങ്ങോട്ട് കയറി നല്ല അടിപൊളിയായിട്ട് കറി വരുവേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഞണ്ട് കറിയാണ്. നല്ല ഷാപ്പിലെ സ്റ്റൈൽ എന്നൊക്കെ പറയാം. കൊടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ച് വെച്ച ഞണ്ട് കറി. ഈ കറി വെച്ച സ്റ്റൈൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമൻ്റ് അടിക്കാനും മറക്കരുതേ.